ഞാൻ ഇബ്രാഹിമിന് കിട്ടിയ പരാതി ഏതാന്ന് അത് അയാളോട് പോയി ചോദിക്കണു. അത് അയാളോട് ഇബ്രാഹിമിന് കിട്ടിയ പരാതി ഏതാന്ന് അതെങ്ങനെയാണ്? അത് അയാളോട് പോയി ചോദിക്കൂ. ആര്? നിങ്ങൾ അയാളെ വെളിപ്പെടുത്തി. അയാളോട് പോയി ചോദിക്കുന്നേ. അയാളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ചോദിക്കൂ. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും കിട്ടിയെന്ന് അയാൾ പറഞ്ഞാൽ ഉടനെ ഞാനതിനെല്ലാം ഇവിടെ ഇതാണ് അറിയേണ്ടത്. ഫ്ലാഷ് ബാക്ക്. ഒരു സ്ത്രീ പീഡകൻ, ഗാർഹിക പീഡകൻ, അയാളെ കേട്ടിട്ട് CPM സെക്രട്ടറി എന്താ വേണുവിൻ്റെ ഭാഷയിൽ മൗനി ബാബ. പിന്നെന്താണ് നിങ്ങൾ ഇവിടെ പറഞ്ഞൊരു വാക്ക്? ജ്യോതിഷം. എന്താ ജ്യോതിഷം? പിന്നെന്താണ്? ശ്യാംജിത്ത് എന്ന പേര് കേട്ടാൽ മുട്ടിടിക്കുമോ? പണ്ട് കൊടിയേരി ബാലകൃഷ്ണനെ മുട്ടിടിക്കുമായിരുന്നോ ഈ പേര് കേട്ടാൽ, മകൻ്റെ പേര് കേട്ടാൽ? നിങ്ങൾ വേണുവൊക്കെ ഇനി ഏത് കാലത്ത് നന്നാവും എൻ്റെ വേണു? അത് വഴിയേ അറിഞ്ഞോളൂ. ശ്രീ അനിൽകുമാർ, അങ്ങിപ്പോൾ ഈ തുടർച്ചയായി ഷർഷാദിനെ പറ്റി പറയുന്നു. ഭാര്യയ്ക്ക് അയാളുമായി ബന്ധപ്പെട്ടുള്ള പരാതി. ഒരു സെക്കൻഡ്. ജീവനാംശം കൊടുക്കണമെന്ന് MV ജയരാജൻ പറയുന്നു, കണ്ണൂർ ജില്ലാ സെക്രട്ടറി. ഈ രത്തീനയ്ക്ക് ജീവനാംശം കൊടുക്കണം, ആ ഉത്തരവാദിത്തം ആദ്യം നിർവഹിക്കൂ എന്ന് MV ജയരാജൻ പറയുന്നു. ഞാൻ ആരും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ 80 ലക്ഷം കൊടുത്തത് എന്തിന്? കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ 80 ലക്ഷം കൊടുത്തത് എന്തിന്? അല്ല, ബോംബെയിലെ കോടതിയിൽ പോയി 80 ലക്ഷം കൊടുത്തത് ആർക്ക്, എന്തിന്? വിഡിത്തമാണെങ്കിൽ അങ്ങനെ തിരുത്തിക്കോളൂ. നിങ്ങൾ ഓൾറെഡി വിളമ്പിക്കഴിഞ്ഞത്. നിങ്ങളിത് ഓൾറെഡി ഇവിടെ വിളമ്പിക്കഴിഞ്ഞു. ഞാൻ പറയാവുന്നേ, എൻ്റെ പാർട്ടിയുടെ മറുപടി ഞാൻ പറയാവുന്നേ. അത് നിങ്ങളെന്തിനാ വിഷമിക്കണത്? നിങ്ങളിവിടെ കുറേ കാര്യം പറഞ്ഞല്ലോ. മൗനി ബാബയോ? ഞങ്ങൾ എങ്ങോട്ട് പോകുന്ന പറഞ്ഞു? ആരെ പേടിച്ച് പോകുന്ന പറഞ്ഞു? ശ്യാംജിത്ത് എന്ന് പറഞ്ഞാൽ മുട്ടിടിക്കുമോ? നിങ്ങൾ എന്ത് മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്? ഞാൻ അതുകൊണ്ട് ഒന്നൊന്നായിട്ട് മറുപടി പറയാം. ഒന്നാമത്തെ കാര്യം, CPIM PBക്ക് പരാതി കിട്ടിയിട്ടില്ല. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നു. ഞാൻ ഈ ചർച്ച വേണുവിനെ വെല്ലുവിളിക്കുന്നു. CPM പരാതി കിട്ടിയിട്ടില്ല അഡ്രസ് ചെയ്തൊരു പരാതി കാണിക്കാൻ വേണു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകൻ ഞാൻ വെല്ലുവിളിക്കുന്നു. CPM PBക്ക് പരാതി കിട്ടിയിട്ടില്ല വെല്ലുവിളിക്കുന്നു. CPM PBക്ക് പരാതി കിട്ടിയിട്ടില്ല. അല്ല, ഒരു സെക്കൻഡ് സാർ. CPM PBക്ക് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആദ്യം പിടിക്കുക. അല്ല, അങ്ങനെയാണോ അങ്ങ് പറയുന്നത്? അതാണോ അങ്ങ് പറയുന്നത്? കിട്ടിയിട്ടില്ല. എന്നാ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്ന് MV ഗോവിന്ദന്റെ അല്ല, അങ്ങ് വെല്ലുവിളിച്ചിരിക്കുകയല്ലേ? ഒരു സെക്കൻഡ്. MV ഗോവിന്ദൻ കൊടുത്തിരിക്കുന്ന ഈ മാനനഷ്ട നോട്ടീസ് ഉണ്ടല്ലോ, അതിലൊരു വാചകം ഞാൻ പറയാം. The print, visual and social media quoted you saying that my client's son was instrumental in the leakage of a complaint you sent to the Politburo a few months back. Leakage of a complaint you sent to the Politburo a few months back. The alleged leakage was to facilitate one Mr. Rajesh Krishna to institute a suit against you in the High Court of Delhi claiming compensation of rupees 10 crores. എന്താ ഇതിൽ പറയുന്നത്? ശ്യാംജിത്തുമായി ബന്ധപ്പെട്ട് ഈ മാനനഷ്ട കേസിൽ പറയുന്നുണ്ടല്ലോ, എന്റെ മകനുമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ ചോർത്തി എന്നത് പാർട്ടിക്ക് വലിയ അവഹേളനം ഉണ്ടാക്കുന്നു, എന്റെ പൊതുജീവിതത്തിൽ വലിയ അവഹേളനം ഉണ്ടാക്കുന്നു എന്ന് MV ഗോവിന്ദൻ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അത് നേരിൽ വന്ന് ശക്തമായി അങ്ങ് പറയണം MV ഗോവിന്ദൻ. അതാണ് ആവശ്യം. അത് പറയാതിരിക്കുമ്പോൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും നിങ്ങൾക്ക് മുട്ടടിക്കുന്നുണ്ടോ എന്ന്. ഇപ്പോ സുരേഷ് ഗോപി മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, അല്ലേ? അതുപോലെ തന്നെയാണ് MV ഗോവിന്ദൻ മിണ്ടാതിരിക്കുമ്പോൾ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ?